ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എസ്തറ്റിക് ആയിട്ടുള്ള കുറച്ച് ജേർണൽ സപ്ലൈസ് ഒക്കെ എങ്ങനെയാണ് വളരെ ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഷീറ്റ്സിൽ കാണുന്ന പിക്ചേഴ്സൊക്കെ ഞാൻ തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് ചെയ്തെടുത്തതാണ്. ഈ ഷീറ്റിൽ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ് ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുത്തത്. കുറച്ച് ബ്ലൂ തീംഡ് ആയിട്ടുള്ളതും പിന്നെ കുറച്ച് ഗ്രീൻ തീംഡ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് നമ്മൾ ഈ ജേർണൽസിലൊക്കെ കണ്ടിട്ടില്ലേ. പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അത് സ്റ്റിക്കർ ഷീറ്റിലാണ് പ്രിൻ്റ് ചെയ്തെടുത്തത്. ജസ്റ്റ് നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഫയലാക്കിയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് കോഡ്സാണ്. നമ്മൾ ഈ ജേർണൽസിലൊക്കെ ഒട്ടിക്കുന്നത് കണ്ടിട്ടില്ല, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വന്നിട്ടില്ല, അതേപോലത്തെ കുറച്ച് കോഡ്സ്. പിന്നെ വീണ്ടും സ്റ്റിക്കേഴ്സാണ്. പിന്നെ കുറച്ച് സ്റ്റാമ്പ്സ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കുള്ള ടാസ്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വൈറ്റ് പോർഷൻ ലീവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോഴാണ് സ്റ്റിക്കർ കുറച്ചൊരു വൃത്തിയിലുണ്ടാവുള്ളൂ. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ സ്റ്റിക്കേഴ്സ് വാങ്ങുമ്പോൾ നമുക്കറിയാം നല്ല റേറ്റാണ്, ബിലോ 100 ഒന്നും ഒരിക്കലും നമുക്ക് കിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു ഷീറ്റിന് ജസ്റ്റ് 40 റുപ്പീസ് മാത്രമേ എനിക്കായിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. എനിക്ക് നോർമൽ കളർ പ്രിൻറ്റിന് 20 റുപ്പീസും സ്റ്റിക്കർ ഷീറ്റിന് അതൊരു A3 സൈസുള്ള ഷീറ്റായിരുന്നു, അതിന് 40 റുപ്പീസുമാണ് ആയത്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഒരു ഫയൽ പോലെ ആക്കിയത് ക്യാൻവ ആപ്പിലാണ്. അതെങ്ങനെ ചെയ്യാന്നുള്ളത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ പേര് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു വാൻ ഗോഗിൻ്റെ സ്റ്റാറി നൈറ്റ് എന്നുള്ളൊരു പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റിക്കേഴ്സായിരുന്നു. പിന്നെ ഇത് കുറച്ച് ബ്ലൂ എസ്തറ്റിക് ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സാണ്. നോർമൽ സ്റ്റിക്കേഴ്സ് പോലെ തന്നെ നമുക്കിങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു പെയിൻറ്റിങ് കൈൻഡ് ഓഫ് സ്റ്റിക്കേഴ്സാണ്. ഇത് ആക്ച്വലി എന്തിനാണ് ഞാൻ പ്രിൻ്റ് എടുത്തത് എനിക്കറിയില്ല. സ്റ്റിക്കേഴ്സ് ആക്കിയതിൽ വെച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് ഇതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്റ്റാമ്പ്സൊക്കെ ഇതേപോലെ സ്റ്റിക്കേഴ്സ് ആക്കിയിട്ട് പ്രിൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ജേർണലൊക്കെ ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു എസ്തറ്റിക് ലുക്കൊക്കെ ഉണ്ടാവും. ഇത് ആക്ച്വലി ഒരുപാട് ഉണ്ടായിരുന്നു. ഡിഫറെൻറ്റ് സൈസസിലുള്ള സ്റ്റാമ്പ്സ് ആയിരുന്നു. ചിലതൊന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടില്ല, ഭയങ്കര ചെറുതായതുകൊണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള സ്റ്റാമ്പ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ കളർ തീംഡ് ജേർണലൊക്കെ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഞാൻ പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായത്. ഇനി കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ്. നമുക്കറിയാം ഈ ജേർണലൊക്കെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും, ഇങ്ങനത്തെ കുറച്ച് എസ്തറ്റിക് പാറ്റേൺ പേപ്പേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു ഗ്രീൻ തീംഡ് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സാണ്. പിന്നെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിൻറ്റേജ് ജേർണലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. പിന്നെ കുറച്ച് കോഡ്സും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ബ്ലാക്ക് തീമിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വിൻറ്റേജ് ജേർണൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലത്തെ നോവലിൻ്റെ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒന്ന് പ്രിൻ്റ് എടുത്തു. പിന്നെ ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് കോഡ്സും ഇതേപോലെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റിക്കേഴ്സായിട്ട് തന്നെ. ഇതൊക്കെ കൂടാതെ വേറെയും കുറേ പിക്ചേഴ്സ് ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജേർണൽസൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. Thank you.